ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങളാണ്. രാവിലെ തൊട്ടേ അനുവും ലക്ഷ്മിയും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫൈറ്റിന് മുമ്പേ രാവിലെ അനു ഉറക്കം എണീച്ച് വരുന്ന സമയത്ത് അനുവിൻ്റെ മൈക്ക് കാണുന്നില്ല. അപ്പം ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ട്, അനു മൈക്ക് ധരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം പുള്ളിക്കാരിയുടെ മൈക്ക് കാണുന്നില്ല. അങ്ങനെ അവിടെ എല്ലാം കടന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ തപ്പി, ക്യാപ്റ്റൻ എല്ലാം കൂടെ തപ്പി ഡ്രസ്സിങ് റൂമിൽ നിന്ന് മൈക്ക് കണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരോ പുള്ളിക്കാരിക്ക് പണി കൊടുത്തതാണ്. കാരണം അപ്പോൾ എല്ലാവരും പറയുന്നത്, നീ ഡ്രസ്സിങ് റൂമിൽ കയറിയപ്പോഴാണ് മൈക്ക് മറന്നു വെച്ചായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, രാവിലെ ഞാൻ ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ടില്ല, അപ്പം അതെനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരോ പുള്ളിക്കാരിക്ക് പണി കൊടുത്തതാണ്. എനിക്ക് തോന്നുന്നു ഇവനെ ആയിരിക്കാനാണ് ചാൻസ്. ചിലപ്പോൾ അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പം അത് കാണിക്കും, വിഷ്വൽ കാണിക്കുമായിരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മി എടുത്ത് അനു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ തുണി എടുത്ത് ബാത്റൂമിൽ തട്ടിയിട്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി തുണി ഉജാല മുക്കിയിട്ട് അവിടെ തുണി കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലക്ഷ്മി എടുത്ത് അവിടെ ബാത്റൂമിൽ തട്ടിയിട്ടിട്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് പുള്ളിക്കാരി പോയി, കുളിക്കാനും കണ്ട പോയി. അപ്പോൾ അതിനെയാണ് അനു ചോദ്യം ചെയ്തത്. അപ്പം ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനു എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് തുണി ഉജാലയിട്ട് മുക്കി വെക്കും. അത് രാവിലെ എണ്ണീറ്റിട്ട് അത് വിരിച്ചിടും. അതാണ് ചെയ്യുന്ന പതിവ്. അപ്പം ഇവിടെ ലക്ഷ്മി ചെയ്ത വേല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇത് ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ചിലപ്പം ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരാളെ തുണി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അത് ക്യാപ്റ്റനെ വിളിച്ച് ആദ്യം പറയാം, തുണി താണ്ടിരിക്കുന്നത്, എനിക്ക് ബക്കറ്റ് വേണം, ആ ബക്കറ്റ് യൂസ് ചെയ്യാനാണ്, തുണി ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് വന്ന് എടുത്ത് വിരിച്ചിടാൻ പറഞ്ഞിട്ട് ആ ബക്കറ്റ് ഇങ്ങ് തരാൻ പറയാം. പക്ഷെ ഇവിടെ ലക്ഷ്മി ഡയറക്റ്റ് അത് തട്ടിയിട്ട് കളഞ്ഞു, തറയെ തട്ടിയിട്ട് കഴിഞ്ഞ് ബാത്റൂമിൽ. ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു വീടാണ്. അപ്പം അനു താമസിച്ച് വേക്കപ്പ് സോങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി താമസിച്ചാണ് എണ്ണിക്കുന്നത്. അപ്പം മുമ്പേ എണ്ണിക്കുന്ന ആൾക്കാർക്ക് ബക്കറ്റ് വേണം. അപ്പം ബക്കറ്റ് യൂസ് ചെയ്യാൻ മുമ്പേ എണ്ണിക്കുന്ന ആൾക്കാർക്ക് ബക്കറ്റ് യൂസ് ചെയ്യാൻ അവർക്ക് ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ തുണി മുക്കി വെക്കുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പം എല്ലാ ദിവസവും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പം അത് അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പം തന്നെ മുക്കി കഴുകി ഇടുന്നതായിരിക്കും നല്ലത്. അനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ ഇവിടെ അനുവിനെ വിമർശിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചോദിക്കാതെ, പുള്ളിക്കാരി എടുത്ത് ചോദിക്കാതെ അത് ആ തുണി എടുത്ത് ബാത്റൂമിൽ ഇട്ടത് അതിലും വലിയ തെറ്റാണ്. അതുകൊണ്ട് അനുവിൻ്റെ ഭാഗത്തുള്ള തെറ്റ് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ലക്ഷ്മി അത് ചോദിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നെങ്കിൽ അതിനകത്ത് ലക്ഷ്മിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആ തുണി എടുത്ത് ബാത്റൂമിൽ തട്ടിക്കളഞ്ഞിട്ട് ആ ബക്കറ്റ് എടുത്തുകൊണ്ട് പോവാന്ന് പറയുന്നതിൽ അത് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. അത് തെറ്റ് ലക്ഷ്മിയുടെ ഭാഗത്ത് തന്നെയാണ്. അനുവിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ആ തെറ്റാന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചായിരുന്നെങ്കിൽ അവിടെ ന്യായം ലക്ഷ്മിയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തുണി ആ ബാത്റൂമിൽ തട്ടിയിട്ട് കാണും. എല്ലാവരും കയറി ചവിട്ടി നിരക്കുന്ന ബാത്റൂമാണ്. പിന്നെ ആ ബാത്റൂമിൽ വീണ തുണിയാണ് നമ്മളെടുത്ത് കഴുകി ധരിക്കുന്നത്. അപ്പം അതൊരു മോശമായിട്ടുള്ളൊരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിനെ ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല, പുള്ളിക്കാരിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ഇത് അപ്പം തന്നെ കഴുകിയിടാൻ, അപ്പം തന്നെ മുക്കിയിടാന്നൊക്കെ ഉള്ളു. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് മുക്കിയിടാന്നേ ഉള്ളായിരുന്നു. അങ്ങനെ സാബുമാനെ വിളിച്ചിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അനു രാവിലെ എണ്ണിക്കുന്ന സമയത്ത് താമസിച്ചാണ് എണ്ണിക്കുന്നത്, മുമ്പേ എണ്ണിക്കുന്നത്, ഞങ്ങൾക്ക് ബക്കറ്റ് യൂസ് ചെയ്യണ്ടേ, അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ചോദിക്കായിരുന്നു, ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് ആ തുണി ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ കൊണ്ട് അത് ഇടിപ്പിക്കായിരുന്നു. പക്ഷെ ലക്ഷ്മി ചോദിക്കാതെ അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതേ ഡ്രസ്സ്, കാരണം ഇതേപോലെ ഡ്രസ്സ് ലക്ഷ്മിയുടെ ബാത്റൂമിൽ കൊണ്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി എങ്ങനെ പ്രതികരിക്കും? ലക്ഷ്മി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഒരാൾ ഡ്രസ്സ് എന്ന് വെച്ചാൽ അത് ഉപയോഗശൂന്യമായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ കുഴപ്പമില്ല. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഡ്രസ്സുകൾ കഴുകിയിട്ട് മുക്കി വെച്ചേക്കുന്ന ഡ്രസ്സ് അത് ബാത്റൂമിൽ തട്ടി കളയുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും കയറി ചവിട്ടി അരച്ച് ഇടുന്ന ബാത്റൂമിനകത്ത് കയറി ബാത്റൂമിൽ കൊണ്ട് തട്ടി കഴിയുമ്പോഴത്തേക്ക് അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ലക്ഷ്മിയുടെ ഭാഗത്ത് തന്നെയാണ് ആ തെറ്റ്. അപ്പം പിന്നെ പുള്ളിക്കാരി തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സാബുമാൻ വന്നിട്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ ഒരു വലിയ സീനൊന്നും ഇല്ലാതെ അതൊരു പ്രശ്നം സോൾവ് ചെയ്ത് വിടുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ള രീതിയിൽ സാബുമാൻ അവിടെ സംസാരിച്ച് വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
എനിക്ക് തോന്നുന്നു ഇന്ന് അനുവിന് കണ്ടകശനിയാന്ന് തോന്നുന്നു. രാവിലെ തൊട്ട് പ്രശ്നങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചായ ഇടാനൊക്കെ ഉണ്ട്. 2 പാത്രത്തിൽ രണ്ടിലും ഓരോ പാല് വീതം ഒഴിക്കുന്നു. ഇന്നലെ ഇവർക്ക് 2 കവർ പാലും അതുപോലെ 20 മുട്ടയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അത് ചായ പാത്രത്തിനകത്ത് പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണം കട്ട പിടിച്ചിരിക്കുന്നു. സംഭവം അത് തൈരായിരുന്നു, ഒരു പാക്കറ്റിൽ തൈരായിരുന്നു. അപ്പം അനീഷും അതുപോലെ എല്ലാവരും കണ്ടു, തൈരാന്ന് കണ്ടു. അപ്പോൾ അനു വന്നിട്ട് അത് മാറ്റിക്കളയുന്നു, വെള്ളം മാറ്റിക്കളഞ്ഞിട്ട് അതെടുത്ത് അനീഷിനും കൊടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പം ഇത് മറ്റുള്ള ആൾക്കാർ കണ്ടപ്പോഴത്തേക്ക് അവർ അത് അങ്ങനെ ചെയ്തത് മോശമായി പോയി. കാരണം എല്ലാവർക്കും കിട്ടേണ്ട ഈക്വലായിട്ട് കിട്ടേണ്ട റേഷനാണ് ഒരാൾക്ക് മാത്രം കൊടുക്കുന്നത്, അനീഷ് കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. സാബു വന്നിട്ട് ക്യാപ്റ്റനായിട്ടുള്ള സാബുമാനും വന്നിട്ട് പറയുന്നുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് അംഗീകരിക്കുക അനു എന്ന് പറയുന്നുണ്ട്. കാരണം അനുവിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റി കഴിഞ്ഞാൽ അംഗീകരിക്കത്തില്ല, അതാണ് അനുവിൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് എല്ലാവരും കിടന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയും വന്ന് പറയുന്നുണ്ട്, കാരണം അനു കാണിച്ചത് ഇത് മോശമായി പോയി. കാരണം എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടേണ്ടുള്ള റേഷനാണ് നശിപ്പിച്ച് കളഞ്ഞത്. അതുപോലെ ഇന്നലെ ഒരു പാക്കറ്റ് ചെറുപയറും ഇതുപോലെ മുളപ്പിക്കാൻ വയ്ക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ നശിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫ്രിഡ്ജിൽ വെച്ച് അതിൽ നിന്ന് പ്രാണികളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ബെസ്റ്റ് ആളാണ് ഈ പറയുന്നത്. എല്ലാ ദിവസവും അരി ഇടുമ്പോഴത്തേക്ക് 2 കലം ചോറിട്ടിട്ട് ബാക്കി ആൾക്കാരെല്ലാം തിന്നു കഴിഞ്ഞാലും ബാക്കി 1 കലം ചോറ് അവിടെ വേസ്റ്റാണ്. അതെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ട് കളയുന്ന ഈ ലക്ഷ്മിയാണ് ഇവിടെ ഒരു പാക്കറ്റ് ചെറുപയർ വേസ്റ്റ് ചെയ്തതിന് അവിടെ കിടന്ന് സംസാരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പം ഇതിനെ പറ്റിയിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും സംസാരം ഉണ്ടായിട്ട് അനു ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, വെറുതെ എന്തിനാണ് ഈ റൈസ് വേസ്റ്റ് ചെയ്ത് കളയണത്, നിങ്ങൾക്ക് അളന്നെടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കറിയാം, എന്നെ പഠിപ്പിക്കാൻ പറയണ്ട, അവിടെ ഫ്രിഡ്ജിനകത്ത് 3-4 ദിവസം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കഴിക്കാൻ അറിയാം, ഞാനല്ലേ വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ ചോദിച്ച ആളാണ് ഇവിടെ ഇപ്പം ചെറുപയറിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. ഈ റേഷൻ വേസ്റ്റാക്കുന്ന കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. കാരണം റേഷൻ വേസ്റ്റാക്കുന്ന കാര്യത്തിലും മറ്റുള്ളവരെ റേഷൻ കൂടെ കട്ടെടുത്ത് തിന്നുന്ന ഇതിലും എല്ലാവരും സെയിം തന്നെയാണ്, എല്ലാവരും ഇത് ചെയ്യുന്നുമുണ്ട്. അപ്പം രാവിലെ തൊട്ട് അനുമോക്ക് കണ്ടകശനി എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ തൊട്ടേ പുള്ളിക്കാരിയുടെ മൈക്കാരും എടുത്തുകൊണ്ട് പോയിട്ട് ഡ്രസ്സിങ് റൂമിൽ കൊണ്ടിടുന്നു. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തിട്ട് ലക്ഷ്മി തറയിലിടുന്നതുമായിട്ടുള്ള പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ചായ ഇടാൻ നേരത്ത് ഒന്ന് തൈരായി പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നു രാവിലത്തെ ആ ഡ്രസ്സ് എടുത്ത് തറയിലിട്ട പരിപാടി അത് കാരണം മോശമായിപ്പോയി. കാരണം അത് ലക്ഷ്മിയുടെ ഭാഗത്ത് ന്യായമുണ്ടേനെ. കാരണം ആ ബക്കറ്റിൽ ഇരിക്കുന്ന തുണിയെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് ആദ്യം ക്യാപ്റ്റനോട് പറയാം അത് മാറ്റാൻ, എന്നിട്ടും അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചോദിക്കായിരുന്നു. എന്നിട്ടും അതെടുത്ത് വിരിച്ചിട്ട് ബക്കറ്റ് ഫ്രീ ആക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പറയായിരുന്നു. കാരണം എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട ബക്കറ്റാണ്. കാരണം മുമ്പേ വരുന്ന ആൾക്കാർക്ക് ബക്കറ്റ് യൂസ് ചെയ്തേ പറ്റൂ. അതിൽ ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ തുണിയെടുത്ത് തറയിലിട്ട് അവിടെ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട്, ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെ അത് ചെയ്തതായിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇതേ കാര്യം ഇവിടെ വേറൊരു കാര്യമുണ്ട്, മറ്റുള്ള ആൾക്കാരുടെ ഡബിൾ സ്റ്റാൻഡ് കൂടാണ് ഇവിടെ പൊളിഞ്ഞത്. കാരണം ഇതേ വിഷയം ആര്യന്റെ വിഷയത്തിലും ഇതേപോലൊരു പ്രശ്നം വന്നായിരുന്നു. ആര്യന്റെ തുണി എടുത്ത് ലക്ഷ്മി ഇതുപോലെ തറയിട്ടൊരു ഒരു വിഷയം ഉണ്ടായിരുന്നു. അന്ന് ഇവരെല്ലാം കൂടെ അവിടെ ഭയങ്കര സീനാക്കിയതാണ്, ഭയങ്കര പ്രശ്നമാക്കിയതാണ്, ചോദ്യം ചെയ്തതാണ്. പക്ഷെ ഇന്ന് അനുവിന്റെ തുണി എടുത്ത് തറയിട്ടപ്പോഴത്തേക്ക് ഒരു മനുഷ്യര് അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല, അനുവിനെ എതിർത്ത് സംസാരിച്ചതാണ്. അത് മോശമായി പോയി, അങ്ങനെ ബക്കറ്റിൽ തുണി വെക്കല്ലെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പ്രശ്നമാക്കി. പക്ഷെ അന്ന് ഒറ്റ മനുഷ്യർ ഇന്ന് അതിനെതിരെ സംസാരിച്ചില്ല. പക്ഷെ അന്ന് ആര്യന്റെ തുണിയെടുത്ത് തറയിലിട്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ലക്ഷ്മിയെ പൊരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തത് മോശമായി പോയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ഡബിൾ സ്റ്റാൻഡും കൂടെയാണ് ഇവിടെ പൊളിഞ്ഞത് മറ്റുള്ള ആൾക്കാരെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.